ജനങ്ങളൊക്കെ ഞങ്ങൾക്കൊരു ചുക്കുമല്ലെന്നേ, ഞങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ അങ്ങനെ അനുസരിച്ചാൽ മതി, ഞങ്ങൾ നികുതി കൊള്ള നടത്തും, നിങ്ങളതങ്ങ് വഹിച്ചു കൊണ്ടാൽ മതി എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നടപ്പിലാകുന്ന ഏറ്റവും വലിയ നികുതി കൊള്ള. 100% ഞാൻ യോജിക്കുന്നു. 4000 കോടി രൂപയുടെ നികുതി ഒറ്റ ബഡ്ജറ്റിൽ, ഒരു ബഡ്ജറ്റിൽ 4000 കോടി രൂപയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന പിണറായിയുടെ ഗവൺമെന്റ്. നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. പിണറായി സർക്കാരിന്റെ 2ാം വാർഷികം ആഘോഷിക്കാൻ 54.2 കോടി 4.2 കോടി രൂപ ഖജനാവിൽ നിന്ന് പുറത്തുവിട്ടതിന്റെ ഗവൺമെന്റ് ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും. 50 കോടി രൂപയുടെ വാർഷികം, 2ാം വാർഷികം ആഘോഷിക്കാൻ പിണറായി സർക്കാർ 50 കോടി രൂപ ചെലവഴിക്കുമത്രേ. 60 ദിവസം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ സ്തുതി പാടണം. എന്നിട്ടോ ജില്ലാ തലങ്ങളിൽ മെഗാ എക്സിബിഷൻ നടത്തണം. ജില്ലകൾക്ക് മാത്രം 4.20 കോടി. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. ഇവിടെ ഖജനാവ് കാലിയാണ്, ഞങ്ങൾക്ക് നികുതി വരുമാനമില്ല, ഞങ്ങൾക്ക് നിത്യച്ചെലവിനും പെൻഷൻ കൊടുക്കാനും കാശില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് 4.20 കോടി രൂപ ചെലവഴിച്ച് പിണറായി വിജയന്റെ സ്തുതിഗീതങ്ങൾ PR വകുപ്പുകൾ നടത്താൻ ചെലവഴിക്കുന്നു സാധാരണക്കാരന്റെ നികുതി പണം. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കമ്മീഷണർ ഇറക്കിയ ഉത്തരവ് 4138 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റ് എങ്കിൽ ഇക്കൊല്ലം നികുതിയായി ഇക്കൊല്ലം പിരിച്ചെടുക്കേണ്ട തുക 5300 നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു. പെട്ടിക്കടകളിൽ പോലും കച്ചവടമില്ല. ഹോട്ടൽ വ്യവസായം പൂട്ടി. ഗ്യാസിന്റെ വില കൂടുതൽ കാരണം ആ ചെറുകിട കച്ചവടക്കാർ മുഴുവൻ പൂട്ടി. ചെറുകിട കച്ചവടങ്ങൾ മൊത്തവും അവസാനിച്ചു. വ്യവസായങ്ങൾ ശവപ്പറമ്പായി. എങ്ങനെ ജീവിക്കും സാർ? എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ. നിർഭാഗ്യവശാൽ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയത് തൊഴിലില്ലായ്മയെ സംബന്ധിച്ചൊരു വാദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. സ്വാഭാവികമായി ആ നുണ മാത്രമായിരിക്കില്ല അദ്ദേഹം പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത്. നുണകളെ ഒരു പെരുമഴക്കാലം അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. കേരളം നേരിടുന്ന പ്രതിസന്ധി എന്താണ്? കേരളം നേരിടുന്ന പ്രതിസന്ധി അന്യാദൃശ്യമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. എന്നെ വേട്ടയാടുന്നു പ്രഭാകര. അങ്ങനെ പട്ടിണി കൊണ്ട് നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കുന്ന കെട്ടകാലത്ത് എന്തിനാണെന്ന് ആഘോഷം നടത്തുന്നത്? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മുണ്ട് മുറുക്കണമെന്ന് ജനങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നതിനകത്ത് തരിമ്പാത്മാർത്ഥതയുണ്ടോ? 35 ലക്ഷം വെച്ച് 14 ജില്ലയ്ക്ക് എത്രയാണ്? ബാക്കി ചെലവുകൾ വേറെ. കെ സുധാകരൻ പറയുന്നു 50 കോടിയിലധികം എന്ന് പറയുന്നു. എവിടുന്നാണ് പണം? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. സർക്കാർ വാർഷികം, സർക്കാർ ഈ പ്രതിസന്ധികൾക്കും പരിമിതികൾക്കും ഇടയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന, പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർണമായ പ്രതിരോധ ബദലുകളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയണം. അതെന്താണ്? അതൊരു സർക്കാരിന്റെ നയസമീപനമാണ്. അതിന് ചിലപ്പോൾ 30 ലക്ഷം രൂപ ഒരു ജില്ലയിൽ ചെലവഴിക്കേണ്ടതായി വരും. അങ്ങയുടെ കണക്കെടുക്കൽ അങ്ങ് പറയുന്നു അത് ദൂർത്താണെന്ന്. അപ്പൊ ഞാൻ തിരികെ പറയുന്നു, അത് ദൂർത്തിന്റെ മാനദണ്ഡമാണെങ്കിൽ എന്തും ദൂർത്തിന്റെ മാനദണ്ഡമാണ്. പ്രതിപക്ഷ നേതാവിന് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചത് ദൂർത്തിന്റെ മാനദണ്ഡമാണ്. പ്രതിപക്ഷ നേതാവിനും പേഴ്സണൽ സ്റ്റാഫിനും ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം പൊടിച്ചു തീർക്കാൻ ശമ്പളം കൊടുക്കുന്നത് ദൂർത്തിന്റെ മാനദണ്ഡമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റ് 2 രൂപ സെസ് ഏർപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട വന്യവയോധികർക്ക് 1600 രൂപ പ്രതിമാസം മുടങ്ങാതെ വീടുകളിൽ എത്തിക്കുന്നതിന് 2 രൂപ ഏർപ്പെടുത്തി. പ്രേക്ഷകർ ചിന്തിക്ക്, ഈ 2 രൂപയുടെ വർധനവ് ജനങ്ങളുടെ വയറ്റത്തടിക്കുന്നതാണോ? മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ശ്രീ ഹാഷ്മി, അങ്ങ് എന്നോട് നീതികേടാണ് കാണിച്ചത്. എന്താണ്? ഒരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഉടൻ ബ്രേക്കിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം എനിക്ക് തരാത്തത് സാമാന്യ നീതിക്ക് നിരക്കുന്ന പണിയല്ല. അത് എനിക്ക് അവസരം തരണമായിരുന്നു. വളരെ മോശമായിപ്പോയി. അതിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിഡ്ഢിത്തം എടുത്ത് വെച്ച് കാണിച്ചിട്ട് അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്നും കൂടെ നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? എന്താണ് വിഡ്ഢിത്തം? മതിയോ?
എന്താണ് വിഡിത്തം? വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ സുരേഷ്, താങ്കളാണ് പറഞ്ഞത് ടാക്സ് ഡെവല്യൂഷനിൽ ശ്രീ സുരേഷ് താങ്കൾ പറഞ്ഞു ടാക്സ് ഡെവല്യൂഷനിൽ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് താങ്കൾ പറഞ്ഞതാണ്. അമിത്ഷാ പറഞ്ഞതാണ് ഇത്ര കോടി രൂപ കേരളത്തിൽ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന്. അത് ചൂണ്ടിക്കാണിച്ചു. എക്സ്പ്ലനേഷൻ അമ്മയ്ക്ക് പേറ്റുന്ന വരുമ്പോഴേ അവന്റെ IPL ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഒരു രാഷ്ട്രീയ പ്രസംഗം കാണിച്ചിട്ട് BJP കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചത് വളരെ താഴ്ന്ന നിലവാരത്തിലായി എന്നാണ് അഭിപ്രായം. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയ പ്രസംഗത്തിൽ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി. അതല്ല ടാക്സ് ഡെവല്യൂഷനിൽ പ്രധാനമന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു അമിത്ഷാ പങ്കുണ്ട് എന്ന് പറഞ്ഞു. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. അല്ല ബിആർ 39 സ്റ്റാഫിനാരും ജയിക്ക് പറഞ്ഞിരുന്നു. വന്നിട്ട് അത് കവല പ്രസംഗത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ 39 49 തട്ടിവിട്ടോ. അത് കേട്ട് കൈയടിക്കുന്ന ചില കമ്പികൾ ഉണ്ടാകും. ബാലഗോപാൽ എന്തുകൊണ്ടാണ് ഓരോ കൊല്ലവും വാങ്ങുന്നതും കൊടുക്കുന്നതും ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ CAG ആഡിറ്റ് നടത്തി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പണം തന്നില്ല എന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ട് കേട്ടോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പറയാണ് കോൺഗ്രസിന് അന്തസ് വേണം കേട്ടോ. നിങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പാവപ്പെട്ടവന്റെ കഴുത്തിന് പിടിച്ച് കൊള്ളയടിച്ചതിന് ശേഷം 1000 കോടി അധികം പിടിക്കാൻ ലോകം മൊത്തം മോട്ടോർ വെഹിക്കിൾമാരെ വളവുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെ നീ പറയരുത്. ചില മര്യാദകളൊക്കെ ഉണ്ട്. പിച്ചച്ചട്ടയിൽ കൊള്ളയടിക്കാൻ നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ. ആ സമീപനം അടിച്ച് കൊള്ളയടിച്ചതിന് ശേഷം നല്ല പ്രബുദ്ധതയുള്ള നല്ല അന്തസ്സുള്ള, നിങ്ങളുടെ ഭാഷയിലാണ് കേട്ടോ, ഇടതുപക്ഷത്തിന്റെ ഭാഷ, അന്തസ്സുള്ള മുഖ്യമന്ത്രി ലിഫ്റ്റ് പണിയാൻ 25 ലക്ഷം അതിതെടുക്കണം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. കേരളത്തിലെ മുഖ്യമന്ത്രി തൊഴുത്ത് പണിയാൻ 42 ലക്ഷം പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വാരിയെടുക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി കാർ വാങ്ങാൻ 25 ലക്ഷം രൂപയുടെ കാർ വാങ്ങണം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം പണിയാൻ 25 ലക്ഷം രൂപ അതിലെടുക്കണം. കേരളത്തിലെ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. അല്ല പോട്ടെ, ശരി വേണ്ട, തൊഴുത്ത് വേണ്ട. ശരി, തൊഴുത്ത് മാത്രമല്ല, തൊഴുത്തും ചുറ്റുമതിലും 42 ലക്ഷം രൂപ. തൊഴുത്തും ചുറ്റുമതിലും എന്ന് പറയും ബിആർ. അല്ല ബിആർ, തൊഴുത്തും ചുറ്റുമതിലും എന്നോട് പറയൂ. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, തീർന്നില്ല. ശരി ജയിക്ക് കാലിത്തൊഴുത്തിനും ചുറ്റുമതിനോട് 42 ലക്ഷം വെക്ക്. 10 ലക്ഷം മാറ്റി വെക്ക് കാലിത്തൊഴുത്തിന്. എന്ത് കാലിത്തൊഴുത്താ അത്? കാലിത്തൊഴുത്തിനും ചുറ്റുമതിനോട് 42 ലക്ഷം. എത്ര മാറ്റി വെക്കും? എത്ര ചുറ്റുമതിൽ, എത്ര കാലിത്തൊഴുത്തിന്? 10 ലക്ഷം രൂപ കാലിത്തൊഴുത്തോ? ഇവിടെ മുണ്ട് മുറുക്കിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നോ, പരിഹസിക്കുന്നോ? അത് സ്വർണ്ണം കൊണ്ടൊരു തൂണാണ് 10 ലക്ഷത്തിന്റെ കാലത്തൊഴുത്ത്. ജയിക്ക്. അവന്റെ ഒരു കോപ്പിലെ സംശയം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് എന്താ ഇത്ര തള്ളല്? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്തിനാ ഒരാൾ സംസാരിക്കും ഇടയ്ക്കറിഞ്ഞ എന്തിനാ? അയാൾക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? അദ്ദേഹം ആരാ? കോൺഗ്രസ് സംസാരിക്കൂ. ഇവിടെ മിണ്ടാതിരുന്നു 15 മിനിറ്റ് നേരം ഇദ്ദേഹത്തിന്റെ താളം കേട്ടു. ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ എഴുതി വെക്ക്. അതാണ് മര്യാദ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ചട്ടിയിൽ കൈയിട്ട് വാരി ഞങ്ങളുടെ കുട്ടികളെ കൊന്ന് കൊല വിളിച്ചിട്ട് അവിടുത്തെ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി 68 ലക്ഷം രൂപ. ഹഷ്മി, നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയ പാട്ടിന് പോകും. കാലിത്തൊഴുത്തിന് മാത്രം 42 ലക്ഷം പറയും. കാലിത്തൊഴുത്തും ചുറ്റുമതിൽ 42 ലക്ഷം. അപ്പൊ സ്വർണ്ണം ഉണ്ടാക്കുന്ന ചുറ്റുമതിലാണോ? സ്വർണ്ണം ഉണ്ടാക്കുന്ന കാലിത്തൊഴുത്താണോ? പറയും ബിആർ. ഒരു മിനിറ്റ് കാര്യം നിങ്ങൾ പറയട്ടെ. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ വിയോജിപ്പുണ്ടോ എഴുതി വെക്കുക. നിങ്ങളുടെ സമയം വരുമ്പോൾ പറയുക. അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? എന്തുകൊണ്ടാണ് നിങ്ങളിൽ കാശില്ലാത്തത്? കാശില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ IGST വഴി പിരിച്ചെടുക്കേണ്ടത് 5 കൊല്ലം കൊണ്ട് 25,000 കോടി രൂപ നിങ്ങൾ പിരിച്ചെടുത്തോ? എന്തെങ്കിലും പിരിക്കാത്തത്? ബുദ്ധി വേണം, ഭരിക്കാൻ അറിയുന്നവർ ബുദ്ധി വേണം. IGST കുടിശ്ശിക 25,000 പിടിച്ചെടുത്തിട്ടില്ല. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. നിങ്ങൾക്കറിയോ ബാറുകാർ 2019 നൽകേണ്ടത് 603 കോടി. എന്തേ ബാർ മുതലാളിമാരെ നിങ്ങൾ പിരിക്കാത്തത്? 2021-22 പിരിക്കേണ്ട 107 കോടി രൂപ നിങ്ങൾ എന്തേ പിരിക്കാത്തത്? ബാർ മുതലാളിമാരെ കുടിശ്ശിക പിരിക്കാൻ പോയാൽ ബാർ മുതലാളിമാരെ സംഭാവന തരാതിരിക്കോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. സ്വർണ്ണ മുതലാളിമാർ തരേണ്ട പണം എത്രയെന്നറിയോ? സ്വർണ്ണ മുതലാളിമാരിൽ നിന്ന് മാത്രം 5 കൊല്ലമായി നിങ്ങൾ ആലോചിക്കണം 12,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? സ്വർണ്ണ മുതലാളിയെ പിടിക്കില്ല, പാറ മുതലാളിയെ പിടിക്കില്ല, നിങ്ങൾ ബാർ മുതലാളിയെ പിടിക്കില്ല, IGST നിന്ന് പണം വാങ്ങിച്ചെടുക്കത്തില്ല. നിങ്ങൾക്കറിയോ 21,000, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, 21,797 കോടി രൂപയുടെ കുടിശ്ശിക
ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് പിരിക്കാനുണ്ട്. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി കാലഘട്ടത്തിൽ ഒരാൾക്ക് 3 പെൻഷൻ ഉണ്ടായിരുന്നു. അഥവാ 1800 രൂപ കിട്ടിക്കൊടുത്ത സ്ഥാനത്ത് 3 പെൻഷൻ എല്ലാം കൂടി റൗണ്ട് ചെയ്ത് ഒന്നാക്കി 1500 കൊടുത്ത് ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1800 രൂപ 1500 രൂപയാക്കി കൊള്ളയടിക്കുകയായിരുന്നു നിങ്ങൾ. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു.